ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സൺഡേ ഒരു വ്ളോഗാണ്. അപ്പോൾ വേറെ ദിവസങ്ങൾ വ്ളോഗ് എടുത്തിട്ട് കാര്യമില്ല, വലിയ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ സൺഡേ ഒരു വ്ളോഗ് ചെറുതായിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. ഞാൻ കാര്യമായിട്ട് ഫുള്ളൊന്നും എടുക്കുന്നില്ല, എന്തെങ്കിലും സ്പെഷ്യലായി നടക്കുന്ന കാര്യങ്ങൾ കുറച്ച് കുറച്ച് ഇങ്ങനെ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബോറടിക്കൂ എന്നെനിക്കറിയില്ല. അപ്പോൾ ഞാൻ സ്പീഡായിട്ട് തന്നെ വേഗം തന്നെ വീഡിയോ തീർക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് ഞങ്ങളൊരു ചിക്കൻ കറി വെക്കാം എന്ന് വിചാരിച്ചു. പിന്നെ നെയ്ച്ചോറും അങ്ങനെ ചിക്കൻ ഫ്രൈയും വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ അനിയനും കൂടിയിട്ട് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് വന്നു. പിന്നെ ഞാനിതൊക്കെ കഴുകാൻ നിന്നു. അനിയൻ മസാല കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ബാക്കി കറിയൊക്കെ ഉണ്ടാക്കുന്ന അമ്മയായിരിക്കും. ഫ്രൈ ചെയ്യുന്ന കാര്യങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കണം അനിയനാണ് കേട്ടോ. അവൻ അതിൽ ഫ്രൈ ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര സ്പെഷ്യലാണ്. കറി അമ്മ ഉണ്ടാക്കാൻ നിൽക്കുന്നുണ്ട്. ഇടയിൽ വന്നിട്ട് ഞാനും നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാണത് അനിയൻ്റെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു ഫ്രൈ ആണ് കേട്ടോ. അവന് മാത്രമേ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് അറിയുള്ളൂ, എനിക്കും പോലും അറിയത്തില്ല. അവന് ഈ ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഭയങ്കര സ്പെഷ്യലാണ്. പിന്നെ വല്ലതും കിട്ടുമോ നോക്കിയിട്ട് ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്. അവൻ എപ്പോഴും കുക്കിംഗ് ചെയ്യുമ്പോൾ എന്തായാലും ഇവിടെ തന്നെ അടുക്കളയിൽ തന്നെ ആയിരിക്കും. പിന്നെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ സംസാരിച്ച്, പിന്നെ സൺഡേയും കൂടെയല്ലേ, സൺഡേ ആകുമ്പോഴേ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കത്തുള്ളൂ. പിന്നെ ഞാൻ ഇടയിലൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കറി എന്തായി ഏതായി എന്നോട്ട് ഇടയ്ക്കൊക്കെ ഇളകി കൊടുക്കും. പിന്നെ ഞാൻ അനിയനെ കൂടിയിട്ട് വരുന്ന സംസാരിച്ചു. പിന്നെ ജാക്സൺ ഇങ്ങനെ എടുത്ത് നോക്കി, അവന് അങ്ങനെ എടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവന് എന്തൊക്കെയാണെന്ന് കാണണ്ടേ, താഴെ നിന്നിട്ട് വല്ലതും എത്തി നോക്കാനും പറ്റില്ല. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുക്കണം, ഇങ്ങനെ ഇന്നതുണ്ട് കേട്ടൊക്കെ ഓരോന്ന് കാണിച്ചു കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് വീഡിയോസിൽ അവനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവനിങ്ങനെ തൂക്കി പിടിച്ച് നിൽക്കുന്നത്. പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് നിന്നു. അപ്പോഴാണ് വെളിയിൽ ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒരു തേഴ്സ്ഡേ വരയ്ക്കും നല്ല മഴയായിരുന്നു. ഫ്രൈഡേ ആകുമ്പോൾ ഒട്ടും മഴയില്ലാണ്ടായി. എന്താ പറയുക, ഒരു ഷട്ടർ അടിച്ച പോലെ, ഡാമിൻ്റെ ഒരു ഷട്ടർ അടിച്ച പോലെയായിരുന്നു. പെട്ടെന്നായിരുന്നു മഴ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളങ്ങനെ കഴിക്കാൻ റെഡിയായി. ഏകദേശം എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്ലേറ്റിലെല്ലാം വിളമ്പി വെച്ചു. പിന്നെ അതിനാണ് 3 പേരും കൂടിയിട്ട് കഴിക്കായിരുന്നു. ഏട്ടനുണ്ട് കേട്ടോ. ഏട്ടൻ വന്നിട്ട് അവിടെ സൈഡാണ് ഇരിക്കുന്നത്. TV കണ്ട് സീരിയസ് ആയിരുന്നു കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഞങ്ങൾ കഴിക്കേണ്ട തിരക്കിലായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ ഓരോന്നും കഴിക്കാനൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വിശപ്പൊന്നുമില്ല, സൺഡേ ഇങ്ങനെ വലിയ വിശപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ ഉണ്ടാക്കിയത് നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ആയിരുന്നു. മെല്ലെ ഞാനിതൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ചോറ് ചെറുതായിട്ട് ഉടഞ്ഞു പോയി, നന്നായിട്ടൊരു കട്ട കൂടുതൽ വെന്ത് പോയി. അതുകൊണ്ടാണ്. പിന്നെ ഞങ്ങൾ എപ്പോഴും കഴിക്കുമ്പോൾ കാണുന്നത് ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എപ്പോഴും ഞങ്ങൾ കഴിക്കാനിരിക്കുമ്പോൾ ഫോണിലിങ്ങനെ കാണാറുള്ളതുകൊണ്ട്. അപ്പോൾ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ല ഉച്ചമയക്കം. അപ്പോൾ ഞങ്ങളൊന്ന് ജസ്റ്റ് മയങ്ങാമെന്ന് കരുതി അങ്ങനെ ഒരു ഉറക്കം കഴിഞ്ഞ് ഒരു 5:30 ആകുമ്പോൾ എണീറ്റ് ഞങ്ങൾ ചായ വെച്ചു. അപ്പോൾ ചായ ഞാനാട്ടോ വെക്കുന്നത്. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഫേസ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല രീതിയിൽ ഉറക്കം പോരാ എനിക്ക് ശരിക്കും. ഇടയിൽ ഞാൻ ഉണർന്ന പോലെ ഉണ്ട്. എനിക്ക് കിടന്നിട്ട് ഒരു 4:30 ആകുമ്പോൾ ഞാൻ ഉറങ്ങിയത്. പിന്നെ പെട്ടെന്ന് എണീറ്റും ചെയ്തു. ഞാൻ ചായ വെച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലായിരുന്നു ഇവിടെ ഒരു സീന് നടന്നുകൊണ്ടിരിക്കുന്നത്. ജാക്സ് അനിയൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങുന്നു. ഇപ്പുറത്തുള്ളത് എൻ്റെ ഏട്ടനാണ് കേട്ടോ. ഇവർ കളി കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ കേരളത്തിൻ്റെ ഒരു ലീഗ് കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചായ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വെളിയിൽ വന്ന് ഇരുന്ന് കുടിക്കാമെന്ന് കരുതി വെളിയിൽ വന്നിരുന്നു. പിന്നെ മഴയ സമയത്തൊന്നും വെളിയിൽ ഇരിക്കാൻ പറ്റില്ല, നല്ല രീതിയിൽ വെള്ളമൊക്കെ തട്ടും. അതുകൊണ്ട് ഇപ്പോൾ കറക്റ്റ് ക്ലൈമറ്റാണ്. അപ്പോൾ വെളിയിൽ വന്ന് ഞാൻ അമ്മയും വന്നിരുന്നു. അമ്മനെ പിടിച്ച് വലിച്ച് ഞാൻ അവിടെ ഇരുത്തിയതാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഓരോ കുശല വർത്തമാനം പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു. ഇടയിൽ ഏട്ടൻ വന്നിട്ടൊക്കെ എന്താ സംഭവം ഇട്ട് ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ മേലെ ഞങ്ങൾ വന്നപ്പോഴാണ് ഈ പെൺകുട്ടി വന്നിട്ട്, ഞങ്ങളുടെ ചെറുപ്പം തൊട്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെയായിരുന്നു. മതിൽ കെട്ടിയതിന് ശേഷം അവൾക്ക് ഉള്ളിലേക്കൊന്നും വരാൻ പറ്റില്ല, അല്ലെങ്കിൽ സിറ്റൗട്ടിലാണ് അവൾ രാത്രിയും എപ്പോഴും ഫുൾ ടൈം ഉണ്ടാവുക. പിന്നെ അവളിപ്പോൾ 2ാം മുறை പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 കുട്ടി എന്തുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ മേലെ വന്നിട്ട് കുറച്ച് കളിച്ചിട്ടൊക്കെ ഇരുന്നു. ജാക്സും ഞാൻ അനിയനെയൊക്കെ കൂടിയിട്ട് ഞങ്ങൾ കളിച്ചു. നല്ലൊരു ക്ലൈമറ്റായിരുന്നു. നല്ല മഴ വരുന്ന രീതിയിലുണ്ടായിരുന്നു, പക്ഷേ മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നല്ലൊരു ക്ലൈമറ്റാട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല നമുക്ക് അവിടെ നിൽക്കുമ്പോൾ ഉള്ളൊരു ക്ലൈമറ്റ്. പിന്നെ ഞങ്ങളങ്ങനെ ഞാനും ജാക്സും കൂടിയിട്ടൊക്കെ കുറച്ചിങ്ങനെ വീഡിയോ എടുത്തു. അപ്പോൾ ക്യാമറയിൽ നോക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ ട്രൈ ചെയ്തു. കുറേ നേരം നോക്കി, പക്ഷെ ക്യാമറയിലേ നോക്കുന്നില്ല. അവിടെ താഴെ എന്തോ ഉണ്ട്, അത് നോക്കുന്ന തിരക്കിലായിരുന്നു അവൻ. പിന്നെ ഞാൻ നല്ല ക്ലൈമറ്റ് ആയിരുന്നപ്പോൾ കാണാൻ നല്ല ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ താങ്ക് യു.